1993 വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വില്ലുവണ്ടി യാത്ര നടത്തി. ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1915 ഊരൂട്ടമ്പലം ലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. 1915 ഊരൂട്ടമ്പലം ലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അയ്യങ്കാളിയാണ്. 1915 കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. 1915 കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വിഭാഗക്കാരനാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വിഭാഗക്കാരനാണ് അയ്യങ്കാളി. തിരുവനന്തപുരത്തെ വി.ജെ.ടി. ഹാൾ ഏതു നവോത്ഥാന നായകന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരത്തെ വി.ജെ.ടി. ഹാളാണ് ഈ അയ്യങ്കാളിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന മുദ്രാവാക്യത്തോടെ സമരം നടത്തിയ ആരാണ്? അത് അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി.